സ്വപ്നതുല്യമായ ഒരു തുടക്കം ലഭിച്ച ഈ ടീമിന് പാതി വഴിക്കൽ വെച്ച് ഇങ്ങനെയൊരു തകർച്ച നേരിടേണ്ടി വരുമെന്ന് എതിരാളികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ജന്മശാപം എന്ന പോലെ തുടർ സീസണുകളായി വിടാതെ പിന്തുടരുന്ന ഈ പരിക്കുകൾ ടീമിന്റെ പദ്ധതികളെല്ലാം പാളിപ്പോകുന്നതിൽ പ്രധാന കാരണമായി എന്നതും പകൽ പോലെ വ്യക്തമായ യാഥാർത്ഥ്യം തന്നെ. പക്ഷേ പാളിപ്പോയ പരാജയ കഥകൾ പറഞ്ഞ് തർക്കിച്ചു നിൽക്കേണ്ട സമയമല്ല നമുക്കിത്. നിലക്കാത്ത അവസരങ്ങൾ പ്രതീക്ഷയായി മുന്നിൽ നിൽക്കുമ്പോൾ പിന്തിരിഞ്ഞ് നടക്കേണ്ട സാഹചര്യവും നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നില്ല. മുൻപെല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ തോൽവികളും പുതിയ പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. ജീവിതമെന്ന നീണ്ട യാത്രകൾക്കിടയിൽ സ്വപ്നമെന്തെന്നും പ്രതീക്ഷയെന്തെന്നും സങ്കടങ്ങൾ എന്തെന്നും കാത്തിരിപ്പുകൾ എന്തെന്നുമെല്ലാം നമുക്ക് കാണിച്ചു തന്ന ഒരു വലിയ അധ്യായം തന്നെയാണ് നമ്മുടെ ഈ ടീം. പ്രതിസന്ധികളുടെ പടുകുഴികളിൽ തോൽവികളുടെ ഭാരമേറ്റ് വീണ് കിടക്കുമ്പോൾ പോലും പ്രണയമെന്ന മധുരമേറും അനുരാഗം പോലെ വിട്ടുമാറാൻ കഴിയാത്ത വിധത്തിൽ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടീമിനെ ചേർത്ത് പിടിച്ചില്ലേ. വർഷങ്ങളോളമായി കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പരിഹാസവാക്കുകൾക്കിടയിലും പ്രതീക്ഷയെന്ന ആ ഒരൊറ്റ വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് നല്ല നാളേക്കായി നമ്മൾ കാത്തിരുന്നില്ലേ. ഏതൊരു വിജയകഥകൾക്ക് പിന്നിലും പരാജയങ്ങളുടെ ഒരു വലിയ അധ്യായം തന്നെ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ യാതനയേറിയ വഴികൾ നാളെയുടെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി ചേർക്കാൻ പോകുന്ന ഒരു വലിയ വിജയകഥയുടെ തുടക്കകഥകൾ മാത്രമായിരിക്കാം. ഈ ഒരു അവസരത്തിൽ മറ്റൊരു ചരിത്രകഥ കൂടി ഇതിലൂടെ കൂട്ടിച്ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം സുപരിചിതമായ എങ്കിലും എത്ര കേട്ടാലും മതി വരാത്ത ആവേശകിരണങ്ങൾ ഹൃദയത്തിൽ അലയടിക്കും വിധം രോമാഞ്ചമേകുന്ന റൊസാരിയോയുടെ ഒരു കൊച്ചുതെരുവിൽ ജനിച്ച് പിന്നീട് ഫുട്ബോൾ ലോകം കീഴടക്കിയ ആ ധീരരാജാവിൻ്റെ കഥ. ജീവനും ജീവശ്വാസവും കാൽപന്തെന്ന പ്രാണവായുവിൽ പതിപ്പിച്ച അവൻ്റെ മുന്നിൽ ഡോക്ടർ വിധി എഴുതിയത് തൻ്റെ വരൾച്ച മുരടിച്ച കാലുകൾക്ക് ഇനി കാൽപന്തിനെ വഹിക്കാനുള്ള പ്രാപ്തിയില്ല എന്നായിരുന്നു. പക്ഷേ റൊസാരിയോയുടെ തെരുവിൽ അയാൾ ജനിച്ചു വീണത് വിധിയുടെ വിങ്ങലിൽ എരിഞ്ഞമർന്ന് തീരാനായിരുന്നില്ല. അല്ലേലും വിപ്ലവം എന്ന ആശയത്തെ ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ച ചെഗ്യുവേരയുടെ നാട്ടുകാരനൊരിക്കലും വിധിയെ പഴിച്ച് പിന്നോട്ടു പോവാനാവില്ലല്ലോ. മിശിഹ എന്ന നാമം അയാളിലേക്ക് ചാർത്തപ്പെട്ടതും വെറുതെയൊന്നുമായിരുന്നില്ല. അതെ, സാക്ഷാൽ ലിയോണൽ മെസ്സി, പ്രതിസന്ധികളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ അർജന്റീനക്കാരുടെ സ്വന്തം മിശിഹ. കിരീടം വെക്കാത്ത രാജകുമാരിൽ നിന്നും എല്ലാം നേടിയ മിശിഹായിലേക്കുള്ള അയാളുടെ യാത്ര അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. മറ്റാർക്കും നേടിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ലിയോണൽ മെസ്സി എന്ന ഇതിഹാസം ഓരോ നേട്ടങ്ങളും സ്വന്തമാക്കിയ സമയങ്ങളിൽ പോലും സ്വന്തം രാജ്യത്തിനായി ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ ഇത്രയധികം ക്രൂശിക്കപ്പെട്ട മറ്റൊരു ഫുട്ബോൾ താരവും ഇന്നീ ലോകത്ത് ഉണ്ടാവില്ല എന്നതും പച്ചയായ സത്യങ്ങൾ മാത്രമാണ്. അത്രത്തോളം അയാൾ ആ ഒരൊറ്റ പോരായ്മയുടെ പേരിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശന നോവേറ്റ് രാജ്യാന്തര ഫുട്ബോളിൻ്റെ പടിവാതിൽ കടന്ന് അയാൾ പിന്തിരിഞ്ഞു നടന്നിട്ടുമുണ്ട്. അന്നെല്ലാം അയാളെ വിശ്വസിച്ച് തിരികെ കൊണ്ടുവന്ന ആ ജനത തന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹിച്ച ആ നേട്ടത്തിലേക്ക് അയാളെ കൊണ്ടെത്തിച്ചതും. നിർഭാഗ്യം അത് മാത്രമാണ് അയാളെ ഈ നേട്ടത്തിലെത്താൻ ഇത്രയധികം വൈകിച്ചത്. കാരണം പല തവണകളായി അവസാന പടിക്കൽ വെച്ചുകൊണ്ട് മാത്രമായിരുന്നു ആ സ്വപ്നം അയാളുടെ കയ്യെത്തും ദൂരത്ത് വെച്ച് അകന്നുപോയത്. അപ്പോഴെല്ലാം അയാൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധിയും അയാൾ ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും ആ നേട്ടം അയാളിലേക്ക് എത്താൻ ഇത്രയധികം വൈകിയത് ഒരുപക്ഷെ വിജയത്തിൻ്റെ മാധുര്യം എന്തെന്നും കാത്തിരിപ്പിൻ്റെ വേദന എന്തെന്നും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമായിരിക്കാം. അതുകൊണ്ടല്ലേ 2014 ബ്രസീൽ വേൾഡ് കപ്പ് ഫൈനലിൽ ഗോഡ്സെയുടെ ഗോളിൽ തലതാഴ്ത്തിയ ആ മനുഷ്യൻ 2022 ഖത്തറിൻ്റെ മണലാരവങ്ങളെ പോലും പ്രകമ്പനം കൊള്ളിക്കും വിധം സ്വപ്ന സാക്ഷാത്കാരം എന്ന പോലെ ആ വിശ്വകിരീടം ചൂടിയത്. ഇതുകൊണ്ടെല്ലാമാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത്, ചില കാര്യങ്ങൾ സംഭവിക്കാൻ സമയമെടുക്കുമെന്ന്. പക്ഷേ ആ നേട്ടങ്ങളുടെ വീര്യത്തിന് സാമ്രാജ്യങ്ങൾ കീഴടക്കിയ രാജതലവന്മാരുടെ പ്രൗഢിയോളം വീര്യമുയരും. ആ വീര്യം വിമർശകർ ചിന്തിക്കുന്നതിനും അപ്പുറവുമായിരിക്കും. എന്നാൽ ഈ സുവർണ കിരീടം ചൂടും മുമ്പ്, തൻ്റെ സ്വപ്ന സാക്ഷാത്കാരം അയാൾ നടത്തും മുമ്പ്, ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടിൽ തന്നെ അയാൾക്ക് പിഴച്ചുപോയ ഒരു നിമിഷമുണ്ട്. തെളിച്ചു പറഞ്ഞാൽ വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരം സൗദി അറേബ്യയോട് തോറ്റുകൊണ്ട് വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ച അർജന്റീന. അന്ന് അയാൾ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ സ്വന്തം കൊമ്പന്മാർ ഇത്രയധികം പരിഹസിക്കപ്പെടുമ്പോഴും കിരീടമില്ല എന്നതിൻ്റെ പേരിൽ ഇത്രയധികം വിമർശിക്കപ്പെടുമ്പോഴും ഞാൻ ആ വാക്കുകൾ തന്നെയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ടീം നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല.
വർഷങ്ങളോളമായി കിരീട നേട്ടത്തിന്റെ മധുരമെന്തെന്നറിയാത്ത അർജന്റീനക്കാർ കിരീടങ്ങളാൽ വിസ്മയം തീർത്ത പോലെ ഫൈനലിൽ പിഴക്കുന്ന ടീമും ഫൈനലിൽ മങ്ങുന്ന നായകനും എന്ന് പറഞ്ഞ് കളിയാക്കിയവർ തന്നെ പിന്നീട് അതേ സ്വരത്തിൽ തിരിച്ച് കൈയടിച്ചതുപോലെ വിമർശകരെ സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ആ കനക കിരീടത്തിൽ നമ്മൾ മുത്തമിടുക തന്നെ ചെയ്യും. ഈ അവസരത്തിൽ ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുകൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പോകുവാൻ ഇനിയും ഒരുപാട് നല്ല വഴികൾ നമുക്ക് മുൻപിലുണ്ട്. ആ യാത്രകളുടെ അവസാനം നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടത്തിൽ നമ്മൾ എത്തുക തന്നെ ചെയ്യും. ആ വിശ്വകിരീടം ചൂടുക തന്നെ ചെയ്യും. അതെ, ഈ സമയവും കടന്നു പോവും.